പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹതീര പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ ഇരു കരകൾ ചേർത്തടിച്ച് നന്ദിയോടെ സ്തുതിച്ചാട്ട. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അളവിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും നമ്മെ അത്ഭുതകരമായി അതിശയകരമായി ജയത്തോടെ നടത്തുന്ന കർത്താവിനെ ഇരു കരങ്ങളിൽ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധനയോടെ, പ്രാർത്ഥനയോടെ, സ്തുതിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 35-ാമത്തെ രാത്രി അപ്പോസ്തല പ്രവൃത്തിയുടെ 28-ാം അധ്യായം കഴിഞ്ഞ് തുടർമാനമായി ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന 35-ാം രാത്രി പ്രാർത്ഥനയിൽ വീണ്ടും ഒരു രാത്രിയും കൂടെ 12/8/2026 ബുധനാഴ്ച രാത്രി ഈ 10 മണി കഴിഞ്ഞ സമയം 2026-ലെ 224-ാമത്തെ ദിവസം പകൽ കഴിഞ്ഞ് രാത്രിയിൽ നാം ആയിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ 2024-ാം രാത്രി ജീവനോടെ ഇരുന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ ഒരിക്കൽ കൂടെ ആ കരം ചേർത്തടിച്ച അതരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ആമേൻ, ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ രാത്രി കർത്താവ് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം കൂടെ ഉണ്ടെന്ന്? ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം കൂടെ ഉണ്ടെന്ന്? ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വളരെ സുപരിചിതമാണ്. ഇന്ന് രാത്രി കുറിവാക്യമായിട്ട് ആ വാക്യമാണ് നാം വായിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിലേക്ക് ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും
അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലിനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയോ ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയോ വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഈ കൂട്ടായ്മയിലേക്ക് ആമേൻ എല്ലാവരെയും ആമേൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആമേൻ ഈ ബുധനാഴ്ച ആമേൻ ഹല്ലേലൂയ രാത്രി ഇന്ന് ഒരു ദിവസം കൂടി ആമേൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ ആമേൻ. ചിലർക്ക് ഇന്നത്തെ ദിവസം നല്ലതായിരുന്നിരിക്കാം, ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നിരിക്കാം. പക്ഷേ എങ്ങനെയായിരുന്നാലും ഇപ്പോൾ നമ്മൾ ദൈവ സന്നിധിയിലാണ്. ഹല്ലേലൂയ ആമേൻ. ആ കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ പലരുടെ ഹൃദയത്തോട് വളരെ അടുത്തതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. അതെ, ഭയം. ഹല്ലേലൂയ. നാളെയെക്കുറിച്ചുള്ള ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, ഇനി എന്താകുമെന്ന ഭയം. പുറത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് നടക്കും ആമേൻ. പക്ഷെ ചിലപ്പോൾ രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മനസ്സിൽ പല ചോദ്യങ്ങളും വരും. ഓ, എന്റെ ജീവിതം എങ്ങോട്ടാണ്? ഹല്ലേലൂയ. ഓ, എന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഹല്ലേലൂയ. ഈ പ്രശ്നം എപ്പോഴാണ് അതേ മാറുക? എന്റെ മക്കളുടെ ഭാവി എന്താകും? എനിക്കിനി എന്ത് ചെയ്യണം? ഇന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആമേൻ ഈ ലൈവിൽ അതേ പങ്കെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ദൈവം പറഞ്ഞത് നിനക്കൊരിക്കലും അതേ പ്രശ്നമുണ്ടാകില്ല എന്നല്ല, പ്രശ്നത്തിന്റെ നടുവിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കാം, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ആമേൻ, നമ്മുടെ ഭയം ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയൂ, ആമേൻ, കർത്താവേ, എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എന്റെ ഭാവി ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ ആമേൻ. എന്റെ കുടുംബത്തെ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എന്റെ ഭയങ്ങളെ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകും. ഇപ്പോൾ ആമേൻ കുറച്ച് സമയം അതെല്ലാം ആമേൻ മാറ്റിവെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കാതെ, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയ ദൈവത്തെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭാവിയെ നോക്കാതെ ഭാവിയെ കൈവശം വെച്ചിരിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നോക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് പറയാം, യേശുവേ, നീ ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല. സ്തോത്രം. എന്റെ കൈവിടാതെ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. അതെ, ഭയപ്പെടില്ല ഞാൻ. യേശുവേ, നീ ഉണ്ടല്ലോ, തളരില്ല ഞാൻ. നിൻ കൈ എന്നെ താങ്ങുമല്ലോ. താങ്ങുന്ന കരം കൂടെയുണ്ട്. ഹല്ലേലൂയ. വഴി കാണാത്തപ്പോഴും നിന്നിൽ ഞാൻ വിശ്വസിക്കും. നാളെ എന്തായാലും നിൻ കയ്യിൽ ഏൽപ്പിക്കും. കാരണം എൻ കണ്ണുനീർ നീ കാണുന്ന പിതാവാ. ഹല്ലേലൂയ. എന്റെ മൗനം നീ കേൾക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
യേശുവേ നീ ഉണ്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. Thank you Lord Jesus. ഭയപ്പെടില്ല ഞാൻ യേശുവേ നീയുണ്ടല്ലോ, തളരില്ല ഞാൻ നിൻ കൈ എന്നെ താങ്ങുമല്ലോ. വഴി കാണാത്തപ്പോഴും നിന്നിൽ ഞാൻ വിശ്വസിക്കും, നാളെ എന്തായാലും നിൻ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. എൻ കണ്ണുനീരിൽ നീ കാണുന്ന പിതാവേ, എൻ മൗനവും നീ കേൾക്കുന്ന ദൈവമേ, എൻ ഭയങ്ങളെല്ലാം നിൻ കാൽക്കൽ വയ്ക്കുന്നു, എൻ ചിന്തകളെല്ലാം നിനക്ക് തന്നു. എൻ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ, എൻ മക്കളെ നിൻ വഴിയിൽ നടത്തണമേ. രോഗത്തിന്റെ നടുവിലും നീയാണ് സൗഖ്യം, കഷ്ടതയുടെ നടുവിലും നീയാണ് ആശ്വാസം. രോഗത്തിന്റെ നടുവിലും നീയാണ് സൗഖ്യം, കഷ്ടതയുടെ നടുവിലും നീയാണ് ആശ്വാസം. വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പാടി കരങ്ങളെ തട്ടി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല, നിൻ സാന്നിധ്യത്തിൽ എൻ ഹൃദയം ശാന്തമാകും. നീയേ ബലം, നീയേ ആശ്രയം, നീയേ പ്രത്യാശ, യേശുവേ നീയേ എല്ലാം. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല ഞാൻ, പിന്മാറില്ല ഞാൻ, പിന്മാറില്ല ഞാൻ. യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ. ആമേൻ. യേശുവിൽ വിശ്വസിച്ച മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ യേശുവേ നീയല്ല, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല ഞാൻ, പിന്മാറില്ല ഞാൻ, പിന്മാറില്ല ഞാൻ. യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ, യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ഉറക്കെ പറയും, യേശുവേ നീയല്ല. ഹല്ലേലൂയ. നീയാണ് എന്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയേ എൻ ബലം, നിൻ സാന്നിധ്യത്തിൽ എൻ ഹൃദയം ശാന്തമാകും. ഓ ഹല്ലേലൂയ. നീയേ എൻ ബലം,
നീയേ എൻ ആശ്രയം, നീയേ എൻ പ്രത്യാശ. യേശുവേ, നീയേ എല്ലാം. ഹല്ലേലൂയ. ഭയപ്പെടില്ല ഞാൻ, പിന്മാറില്ല ഞാൻ. യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ, വിശ്വാസമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 28 കൊണ്ട് തീർന്നില്ല. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളിൽ ആമേൻ പരിവർത്തിക്കുവാൻ പോകുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ആമേൻ സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, വാക്കുകളാൽ ഉളവാക്കിയ ദൈവം ഇന്ന് രാത്രിയിലും ജീവിതങ്ങളിൽ ചിലത് ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനം 56:3 ആമേൻ ശബ്ദമുയർത്തി വായിച്ചാല്. സങ്കീർത്തനം 56:3. ഹല്ലേലൂയ. പ്രിയരെ, ഭയം വന്നാൽ എന്ത് ചെയ്യണം? ഭയം വന്നാൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവത്തെ ഓർക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തട്ടി ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറഞ്ഞേ, ഭയം വന്നാൽ ദൈവത്തെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം. സങ്കീർത്തനം 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. കണ്ടോ, ഭക്തൻ പറയുക, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ വചനം വളരെ സത്യസന്ധമായ ഹല്ലേലൂയ ഒരു വാക്കാണ്, ഒരു വചനമാണ്, സത്യസന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്നല്ല. അവൻ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ. ഹല്ലേലൂയ. അതായത് ഭയം വരാം, നമുക്ക് വരാം. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരാണ്. ഇന്ന് രാത്രിയിലും ചില വിഷയങ്ങളുടെ മുമ്പിൽ ഭയത്തോടായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഭയം വരാം, നമുക്ക് വരാം. കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഭയം വന്നാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ചിലർ ഭയപ്പെട്ടാൽ എല്ലാവരോടും സംസാരിക്കും. ഹല്ലേലൂയ. അതുവരെ വിളിക്കാത്തവരെ വിളിച്ച് സംസാരിക്കും. അതുവരെ കാണാത്തവരെ കാണാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ചിലർ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കും. ചിലർ ഉറങ്ങാൻ പോലും കഴിയാതെ പോകും. ഹല്ലേലൂയ. ഈ 3 അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് രാത്രി ലൈവിന് മുമ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ. ദാവീദ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഭയമില്ലാത്തതാണ്. ഹല്ലേലൂയ. ഭയമില്ലാത്തതാണ് വിശ്വാസം. ഭയമുണ്ടായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇന്ന് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. പക്ഷേ നാളെയെ കുറിച്ച് ദൈവത്തിനറിയാം. നിങ്ങളുടെ മക്കൾ എവിടെ എത്തും എന്ന് നിങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിനറിയാം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ എവിടെ എത്തുമെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം.
നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. അത് മതി, അത് മതിയേ, എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ എന്റെ കൂടുന്നരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ആമേൻ. ഇന്ന് രാത്രി അത് മതിയെന്ന്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ഇവിടെ ദൈവം ആദ്യം പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ഇവിടെ ദൈവം ആദ്യം പറയുന്നത് എന്താണ് പ്രിയരെ? ആമേൻ, ഭയപ്പെടേണ്ട. ആമേൻ. പിന്നെ കാരണം പറയുന്നു, ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്ക് ധൈര്യം കിട്ടുന്നത് പ്രശ്നം മാറിയത് കൊണ്ടല്ല, ആമേൻ, ദൈവം കൂടെയുണ്ടെന്ന അറിവ് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടാകാം, വെല്ലുവിളി നിന്റെ മുമ്പിൽ ഉണ്ടാകാം, രോഗം നിന്റെ കൂടെ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി രോഗം മാറിയത് കൊണ്ടല്ല, കഷ്ടത മാറിയത് കൊണ്ടല്ല, പ്രശ്നം മാറിയത് കൊണ്ടല്ല, ഇന്ന് രാത്രി പ്രശ്നത്തിന്റെ നടുവിലും ആമേൻ ദൈവം കൂടെയുള്ളത് കൊണ്ട്, ആമേൻ, ഇന്ന് രാത്രി ആ അറിവുള്ളവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കണ്ണുകൾ അടച്ചാട്ടെ, ഒരു നിമിഷം ആമേൻ ദൈവത്തോട് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, എനിക്ക് ഭയം തോന്നുന്ന കാര്യങ്ങൾ നിനക്കറിയാം, എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത കാര്യങ്ങൾ നിനക്കറിയാം. എന്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ. എനിക്ക് ഭയത്തേക്കാൾ വലിയ ദൈവത്തെ കാണാം, കൃപ തരണമേ. ആമേൻ, ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിങ്ങൾക്ക് ആമേൻ ഈ സന്ദേശം അനുഗ്രഹപ്രദമാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. ആമേൻ. നിങ്ങൾ ഒരു ആമേൻ പറയുന്നതിന് തുല്യം നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തോട് ഈ സന്ദേശം ആമേൻ ഇടപെടുന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ല ആമേൻ നശിക്കുവാൻ ഭയം കേറി, അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല, ജീവിതം മടുത്തു, അങ്ങനെ ഭയപ്പെട്ട് ആമേൻ ഒരു ചാൽ കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരെ, ഹല്ലേലൂയ, അല്ല, ഇന്ന് രാത്രി ജീവിതം അവസാനിപ്പിക്കുവാൻ ദുഷ്ടനായവൻ ആമേൻ ഹൃദയത്തെ ആമേൻ വശീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഷെയർ കൊണ്ട് ഒരാത്മാവിനെ നേടുവാൻ ഇടയാകും. ഭയപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. ആമേൻ. നിങ്ങൾ ആമേൻ ഷെയർ ചെയ്യുമ്പോൾ ആമേൻ നിങ്ങൾ മുഖാന്തരം ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആമേൻ ആമേൻ ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നുവെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകും. പ്രിയരെ, ഞാൻ പറയട്ടെ, ആമേൻ ഏതാണ്ട് 14 ആമേൻ ഭാഷയിൽ ആമേൻ ഈ സന്ദേശം ട്രാൻസ്ലേറ്റ് ആകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ മലയാളത്തിലാണ് പറയുന്നതെങ്കിലും ആമേൻ ഏതാണ്ട് ആമേൻ മലയാളം കൂടാതെ 13 ഭാഷയിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ഷെയർ ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഏതോ അറ്റത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സന്ദേശം വിടുതലായാൽ ആമേൻ ഇവിടെയും നിത്യതയിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഒരാത്മാവ്
ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിലും നിങ്ങൾക്കത് സാധിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിലും നിങ്ങൾക്കത് സാധിക്കുന്നില്ലായിരിക്കാം. ആമേൻ. നിങ്ങൾക്ക് ആമേൻ ഇത് ഷെയർ ചെയ്യുവാൻ ആമേൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിങ്ങളിലൂടെ ഈ സന്ദേശം അനേകരിലേക്ക് എത്തുവാൻ ഇടയാകും. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാട്ടെ യോശുവയുടെ പുസ്തകം 1:9. നിന്റെ ദൈവമായ യഹോവ ആ നീ പോകുന്നിടത്തൊക്കെയും ആ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഹല്ലേലൂയ. ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരുവൻ, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കേണ്ട. അവൻ ഉറപ്പുള്ളവനായിരുന്നാൽ മതി. ഹല്ലേലൂയ. ധൈര്യമുള്ളവനായിരുന്നാൽ മതി. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, നീ ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയരേ, യോശുവയുടെ മുന്നിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. മോശയില്ല. ഹല്ലേലൂയ. ഇനി ജനത്തെ നയിക്കേണ്ടത് യോശുവയാണ്. അവന്റെ മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. അപ്പോൾ ദൈവം അവനോട് പറയുന്നത്, ഭയപ്പെടരുത്. എന്തുകൊണ്ട്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് യോശുവയുടെ ധൈര്യം. ഹല്ലേലൂയ. ദൈവം കൂടെയുണ്ടെങ്കിൽ ചെറിയ മനുഷ്യനും വലിയ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളെ നോക്കും. അവൻ എനിക്ക് ഇത്രയേ അറിയൂ, എനിക്ക് ഇത്രയേ കഴിയൂ, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എനിക്ക് വലിയ പണമില്ല, എനിക്ക് വലിയ പിന്തുണയില്ല. പക്ഷേ ദൈവം ചോദിക്കുന്നതാ, നിനക്ക് എത്ര കഴിവുണ്ടെന്നല്ല. അവൻ പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അത് മതി. ഹല്ലേലൂയ. പ്രിയരേ, യേശു എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാനൊരു ഹീറോയാണ്. യേശു എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാനൊരു സീറോയാണ്. പ്രിയരെ, യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ ഏത് മേഖലയും ആമേൻ അതിജീവിക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ ഹല്ലേലൂയ ആമേൻ സാധിക്കും. ഹല്ലേലൂയ ആമേൻ. കീബോർഡ് വായിക്കാൻ പഠിച്ചിട്ടില്ല, കീബോർഡ് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ കീബോർഡ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആമേൻ ക്ലാസ് എടുത്തു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ അറിവ് തരുന്നവനാ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഡിജിറ്റൽ ആമേൻ ഇന്ത്യയില് ആമേൻ അതേ ടെക്നോളജി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അതെ പോയി പഠിക്കാൻ ആമേൻ സാഹചര്യങ്ങൾ അനുവദീനമല്ലെങ്കിലും ആമേൻ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആമേൻ അതെ പ്രാപ്തി നൽകുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അത് മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് കൂടെയുണ്ടോ? എല്ലാം സാധ്യമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുയൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുയൻ കൂടെയുള്ളതാ.
അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഹല്ലേലൂയ. പ്രിയരെ, കുടുംബത്തെക്കുറിച്ചുള്ള ഭയം ഇന്ന് ചില മാതാപിതാക്കൾക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവിലായിരിക്കുന്ന ചില മാതാപിതാക്കൾക്ക് തലമുറകളെ കുറിച്ച് എന്താ ഭയമാണ്. ഇന്ന് ചില മാതാപിതാക്കൾ ഈ വാക്ക് കേൾക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടാകാം. അവരുടെ കൂട്ടുകാർ, അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ ആത്മീയ ജീവിതം. നിങ്ങൾക്ക് എല്ലായിടത്തും കൂടെ പോകാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാം, അവരെ ദൈവത്തിന്റെ കയ്യിലേൽപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങുമ്പോഴും ദൈവം ഉണർന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കാണാത്തിടത്തും ദൈവം കാണുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്താൻ കഴിയാത്തിടത്തും ദൈവത്തിന്റെ കയ്യെത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ കുറിച്ചുള്ള ഭയം പ്രാർത്ഥനയാക്കി മാറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമ്പത്തിക ഭയം, ആമേൻ. ചിലർക്ക് ഇന്ന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ബാങ്ക് ലോൺ, കടം, ജോലിയില്ലായ്മ, വീട്ടു ചെലവ്, മക്കളുടെ പണം, പഠനം. ഇതെല്ലാം മനസ്സിൽ ഭാരമുണ്ടാക്കാം. പക്ഷേ ഭയപ്പെട്ട് തകർന്നു പോകുന്നതിന് പകരം ദൈവത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയൂ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ, ആമേൻ, അതേ ദൈവസഭയിൽ ഭയപ്പെട്ടിരിക്കുന്ന ജനതയോട് ആത്മാവിൽ അഭിഷക്തൻ കാരാഗ്രഹത്തിന്റെ അകത്ത് കടന്ന് ഓർപ്പിച്ചെഴുതിയത് ഇങ്ങനെയാ: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുന്നതേ വേണ്ടത്. ആമേൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കുവിൻ. ദൈവത്തോട് പറയാൻ മടിക്കരുത്. നിങ്ങളുടെ ആവശ്യം ചെറുതാണെന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളും ദൈവത്തിന് പ്രധാനമാണ് പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയത്തെ പ്രാർത്ഥനയാക്കി മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ശീലം ഇതാണ്. ഭയം വന്നാൽ ഉടൻ പ്രാർത്ഥിക്കുക. എന്താകും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, യേശുവേ എന്നെ സഹായിക്കണമേ, എനിക്കിത് എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, കർത്താവേ വഴി കാണിക്കണമേ. എന്റെ മക്കൾക്ക് എന്താകും എന്ന് ഭയപ്പെടുന്നതിന് മുമ്പ്, കർത്താവേ എന്റെ മക്കളെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ പതുക്കെ ഭയം മാറി പ്രാർത്ഥനയായി മാറും, പ്രാർത്ഥനയായി മാറും, പ്രാർത്ഥനയായി മാറും. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം ആമേൻ 7-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ. ആമേൻ. നമുക്ക് ഹല്ലേലൂയ, ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരുടെ കരം തൊട്ട് പറ, ആമേൻ. ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ
ഭയം നിയന്ത്രിക്കേണ്ടതില്ല. Praise the Lord. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി 28 കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആമേൻ അവസാനിച്ചില്ല. ഇന്ന് രാത്രിയിലും ആ ആത്മാവിന്റെ പ്രവൃത്തി ആമേൻ ചില കുടുംബങ്ങളിൽ, ചില ജീവിതങ്ങളിൽ, ചില തലമുറകളിൽ ആമേൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ 3 തീരുമാനങ്ങൾ എടുക്കണം. ഹല്ലേലൂയ. ഒന്ന്, ഭയം വന്നാൽ ഞാൻ ഓടിപ്പോകില്ല. Praise the Lord. പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിങ്കലേക്കോടും, ദൈവത്തിങ്കലേക്കോടും. ഹല്ലേലൂയ. 2, എന്റെ കുടുംബത്തെ ഭയത്തിൽ നോക്കില്ല, അവൻ പ്രാർത്ഥനയിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. 3, നാളെ എന്താകും എന്ന് പേടിക്കില്ല, നാളെയുടെ ദൈവത്തിൽ വിശ്വസിക്കും. ഓ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമെടുത്തവർ കഴിയുമെങ്കിൽ അവരുടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. ഹല്ലേലൂയ. എന്നിട്ട് എന്നോട് ചേർന്ന് ഇങ്ങനെ പറയൂ, നിങ്ങളുടെ ഹൃദയത്തിൽ പറയൂ, യേശുവേ, ഞാൻ ഭയപ്പെടുമ്പോൾ എന്നെ ഓർക്കണമേ. എന്റെ ഭയം ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തെ നിനക്ക് തരുന്നു, എന്റെ മക്കളെ നിനക്ക് തരുന്നു, എന്റെ നാളെ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും, ഓരോ മാതാവിനെയും പിതാവിനെയും, ഓരോ സഹോദരി സഹോദരന്മാരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നാളെയെക്കുറിച്ച് വിഷമിക്കുന്നവർക്ക് സമാധാനം തരണമേ. കുടുംബത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് ധൈര്യം തരണമേ. മക്കളെ കുറിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ശക്തിപ്പെടുത്തണമേ. രോഗികളെ ഓർക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വഴി തുറക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാതിലുകൾ തുറക്കണമേ. കുടുംബത്തിലെ അകൽച്ചകൾ മാറ്റണമേ. ഭർത്താവിനും ഭാര്യയ്ക്കും വീണ്ടും സ്നേഹവും സമാധാനവും കൊടുക്കണമേ. മക്കളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരമുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത നാളെ അങ്ങ് കാണുന്നല്ലോ. ഞങ്ങൾ അറിയാത്ത വഴികൾ അങ്ങ് അറിയുന്നല്ലോ. അതുകൊണ്ടാ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടല്ലോ എന്ന വചനം ഇന്ന് രാത്രി മുതൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഭയത്തിന്റെ സ്ഥാനത്ത് വിശ്വാസം വരട്ടെ. നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ വരട്ടെ. അശാന്തിയുടെ സ്ഥാനത്ത് സമാധാനം വരട്ടെ. ബലഹീനതയുടെ സ്ഥാനത്ത് ശക്തി വരട്ടെ. ഞങ്ങളുടെ വീടുകളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഞങ്ങൾ എഴുന്നേറ്റ് ധൈര്യത്തോടെ മുന്നോട്ട് പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ 35ാമത്തെ രാത്രി ഒരു വാക്ക് മാത്രം ഓർക്കൂ. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. നാളെയെക്കുറിച്ച് അറിയില്ല, ഭയപ്പെടേണ്ട. നാളെയെക്കുറിച്ച് അറിയുന്നില്ലേ, ഭയപ്പെടേണ്ട. വഴി കാണുന്നില്ലേ, ഭയപ്പെടേണ്ട. കുടുംബത്തെക്കുറിച്ച് വിഷമമുണ്ടോ, പ്രാർത്ഥിക്കൂ. മക്കളെക്കുറിച്ച് ഭാരമുണ്ടോ,
അവരെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. കാരണം നമ്മുടെ നാളെ അറിയാത്തവരായിരിക്കാം നമ്മൾ, പക്ഷേ നമ്മുടെ നാളെ അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നാളെ വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ ഒരുമിക്കാം. നിങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും കർത്താവിന്റെ സമാധാനം നിറയട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അമേൻ, അമേൻ, അമേൻ. പ്രിയ ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആയിരുന്നു ദിനംതോറുമുള്ള ഈ സന്ദേശം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് അതിന്റെ ഒരു പേജ് തുടങ്ങി. നിലവിൽ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ട് ഷിജു ജോസ് അനുദിന ചിന്ത സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന പേരിൽ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിൽ ലൈവ് ചെയ്യുമ്പോൾ പലർക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ പോയി. അതിനുശേഷം അതിൽ തുടങ്ങിയ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെയാണ് നമ്മുടെ ലൈവ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചില കാലങ്ങളായിട്ട് അതിലും നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ പോകുന്നത് കൊണ്ട് ഷിജു ജോസ് എന്ന എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലൂടെയാണ് ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലർക്കും സ്നേഹതീരം പ്രയർ ഫാമിലി പേജിൽ ലൈവ് കാണുവാൻ കഴിയുന്നില്ല എന്ന ഒരു പരാതി വരുന്നത് കൊണ്ട് അടുത്ത ഞായറാഴ്ച രാത്രി മുതൽ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ലൈവിലുള്ളവർ ശ്രദ്ധിക്കണം. അടുത്ത ഞായറാഴ്ച രാത്രി മുതൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ആയിരിക്കും ലൈവ് നടക്കുന്നത്. ആ ലൈവ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ പറയണം. കാരണം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 5000 പേര് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് ആകാൻ പറ്റില്ല, നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല, ഫോളോ ചെയ്യണം. അപ്പൊ പലർക്കും പല സംശയങ്ങള്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? പ്രിയരെ, പൈസ ഉണ്ടാക്കാനുള്ള യാതൊരു ആഗ്രഹവും എനിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നുമില്ല. ഒരേ ഒരു ആഗ്രഹം, സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന ഒരാളെങ്കിലും ഈ സന്ദേശം കേൾക്കണം. ഹല്ലേലൂയ. അവർ ദൈവത്തോട് അടുക്കണം. അതുകൊണ്ട് കഴിവതും അനേകരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ടുള്ള ശ്രമം എന്നോടൊപ്പം ചേർന്ന് നിങ്ങളും തയ്യാറാകുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാലും മാറാനാഥ എബനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയപ്പെടില്ല ഞാൻ, യേശുവേ നീയുണ്ടല്ലോ. തളരില്ല ഞാൻ, നിൻ കൈ എന്നെ താങ്ങുമലല്ലോ. വഴി കാണാത്തപ്പോഴും നിന്നിൽ ഞാൻ വിശ്വസിക്കും. നാളെ എന്തായാലും നിൻ കയ്യിൽ ഏൽപ്പിക്കും. എൻ കണ്ണുനീർ നീ കാണുന്ന പിതാവേ, എൻ മൗനവും നീ കേൾക്കുന്ന ദൈവമേ. എൻ ഭയങ്ങളെല്ലാം നിൻ കാൽക്കൽ വെക്കുന്നു. എൻ ചിന്തകളെല്ലാം നിനക്ക്
കഷ്ടതയുടെ നടുവിലും നീയാണെന്ന ശ്വാസം. വടിലടഞ്ഞാലും ഞാൻ തളരുകയില്ല. പുതിയ വഴി നീ ഒരുക്കുമെന്ന് വിശ്വസിക്കും. നീ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. നിൻ സാന്നിധ്യത്തിൽ എൻ ഹൃദയം ശാന്തമാകും. നീയേ ബലം, നീയേ ആശ്രയം, നീയേ പ്രത്യാശ. യേശുവേ നീയേലല്ലോ. ഭയപ്പെടില്ല ഞാൻ, പിന്മാറില്ല ഞാൻ. യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും ഞാൻ.